നിരവധി ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നൊരു മെസ്സേജ് ഇതാണ്, വയസ്സായ മാതാപിതാക്കളുണ്ടോ, ഞാൻ സംരക്ഷിക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള നല്ല കുറേ മനുഷ്യരുടെ വാക്കുകളാണ് ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്നതിന് ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത്. എന്തായാലും നമ്മൾ അവിടെ ബെയിലി പാലം, സൈന്യം, സാധാരണക്കാരനും സൈന്യവും ചേർന്ന് പണിതീർത്ത ബെയിലി പാലം നമ്മൾ കണ്ടു. ഇനി നമ്മൾ പണി തീർക്കേണ്ടത് ജീവിതത്തിലേക്കുള്ള പാലമാണ്. ആ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും സ്വന്തം വീടും എല്ലാം ഒരു മനുഷ്യായുസ് മുഴുവൻ ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിലേക്കുള്ള പാലമാണ് നമ്മൾ ഒന്നായി, ഈ നാടൊന്നായി ഇനി കെട്ടി പടുക്കേണ്ടത്. ആ ശ്രമങ്ങളിൽ വയനാടിനൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി ആ നാടിനെ എത്രമാത്രം നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ അത് ചേർത്ത് പിടിക്കാം. നമ്മളെ കൊണ്ടാവുന്നത് ആ നാടിനായി ചെയ്ത് ഓരോരുത്തരും മണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളെയും അതിജീവിച്ച നാടാണ് നമ്മുടേത്. ഇനി ചെയ്യാനുള്ളത് പറഞ്ഞതുപോലെ തന്നെ ആ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴും ക്യാമ്പുകളിൽ തങ്ങൾക്ക്, തങ്ങളുടെ വീട്ടുകാർക്ക്, തങ്ങളുടെ നാടിന് എന്ത് സംഭവിച്ചെന്ന് പോലും മനസ്സിലാവാതെ മനസ്സ് മരവിച്ച അവസ്ഥയിൽ കഴിയുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പാലമാണ് നമ്മൾ ഇനി കെട്ടേണ്ടത്. ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഏകോപിപ്പിക്കും. ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ജീവനെ പിടിച്ചവർ കരയിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം അത് നമ്മുടെ സൈന്യമാണ്, നമ്മുടെ ആളുകളാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം, ഉറച്ചു വിശ്വസിക്കാം. അവർ കൃത്യമായി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നതിൽ അതിൽ നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സംവിധാനങ്ങളെ നമുക്ക് സംശയത്തോടു കൂടി നോക്കേണ്ടതില്ല. അരുൺ തുടരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആ സ്ഥലത്തിന്റെ ഭീകരത എന്ത് എന്ന് നമുക്ക് അരുൺ പാലോട് ചലിപ്പിക്കുന്ന ക്യാമറയിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തകർ അവരുടെ ദൗത്യം ആരംഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നാടിന്റെ ഭീകരത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ മനുഷ്യവാസമുണ്ടായിരുന്ന സ്ഥലങ്ങളാണല്ലോ അരുൺ ഇപ്പോൾ വെറും ഒരു നിലം കളം ഒഴുക്കിയതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, അതൊരു കാറാണ്. എവിടെയോ ഈ പുഴ ഒഴുകി വന്ന, ഉരുളൊഴുകി വന്ന ഭാഗത്ത് എവിടെയോ ഏതോ വീട്ടിലോ ഏതോ സ്ഥാപനങ്ങളിലോ ഒക്കെ പാർക്ക് ചെയ്യുന്നൊരു കാറാണ്. അതിന്റെ അവസ്ഥ നോക്കൂ. വലിയ ആക്സിഡന്റുകളിലൊക്കെ തകർന്നതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു തകര കൂട്ടമായി ഒരു കാർ മാറിക്കിടക്കുന്നു. എത്ര ദൂരത്ത് നിന്ന് ഒരുപക്ഷെ ഒഴുകി വന്നതാകാം. ഇത് ഒരുപക്ഷെ പുഞ്ചിരിമറ്റ ഭാഗത്ത് വന്നതാകാം, അല്ലെങ്കിൽ മുണ്ടക്കയിൽ നിന്നൊക്കെ വന്നതാകാം. എവിടെയോ നിന്നോ ഈ ഉരുൾ ഒഴുകി വന്ന ഇവിടെ ഒരുപക്ഷെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഒന്നും വ്യക്തമല്ല. ഇങ്ങനെ ഈ ഒരു പ്രദേശം ഒരു വലിയ ഒരു പറമ്പായി അല്ലെങ്കിൽ ഒരു ചെളിക്കുണ്ടായി മാറിക്കിടക്കുന്നു. വലിയ പുത്തൻ പാറക്കല്ലുകൾ അതിന് ചുറ്റും എത്രയോ വർഷങ്ങളായി ഇവിടെ കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ കിടക്കുന്നു. ഇതിന്റെ അക്കരയിലേക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെ രക്ഷാപ്രവർത്തനം, അതായത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന അവിടെ തുടരുകയാണ്. അവിടെ ഈ രക്ഷാപ്രവർത്തകരുണ്ട്. ഇത് നമ്മൾ വന്ന നേരത്തെ കണ്ട ചൂരൽമലയുടെ ഭാഗമാണ്. ആ ഭാഗത്ത് ആ പ്രദേശമാണ്. അവിടുത്തെ വീടുകളൊക്കെ തകർന്നത്. അതിന്റെ ഒരു കുറച്ച് വിദൂര ദൃശ്യമാണ്. അതായത് ഇപ്പുറത്ത് നിന്ന് നമ്മൾ എടുക്കുകയാണ്. പാലം കടന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ, നമ്മൾ മുണ്ടക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനാകുന്ന കാഴ്ചയാണത്. ആ മേഖലയിൽ അവിടെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നു. തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. വീടുകളെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളുടെ കോലങ്ങളുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വീടുകളുടെ അസ്ഥിപഞ്ജരങ്ങളുണ്ടെന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പല വീടുകളുടെയും സ്ഥിതി. എല്ലാം ഒലിച്ചുപോയി, ചെറിയ ഭാഗങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അവിടെ കുറെ വാഹനങ്ങൾ ഒരു വശത്ത് ഈ കൂട്ടിയിട്ടിരിക്കുന്നു. ഒരുപക്ഷെ എവിടെ നിന്നെങ്കിലും ഒലിച്ചു വന്ന വാഹനങ്ങളാകാം. ഇവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്ന, മനുഷ്യർ അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. അതാണ് ഇങ്ങനെ ഒരു ശവപ്പറമ്പായി, ഈ ചെളിക്കുണ്ടായി, ഈ പാറകൾ അടിഞ്ഞുകൂടെ കിടക്കുന്ന ഒരു പ്രദേശമായി. ഇത്ര വലിയ പാറകൾ ഈ പുഴയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നതല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തുനിന്നാകാം ഒരുപക്ഷെ ഉരുൾ പൊട്ടി ഒലിച്ച് കൊണ്ടിട്ട കൂറ്റൻ പാറകളായി ഇവിടെ കിടക്കുന്നത്. ഇത് എങ്ങനെ ഇവിടെ നിന്ന് മാറ്റും? ഈ ഒരു പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഏറ്റവും വലിയ
തടസ്സമായി ഇതൊക്കെ ഒരുപക്ഷെ മാറാം. അത് ആ തരത്തിൽ തന്നെ കാണേണ്ടി വരും. അങ്ങനെ ഈ ഒരു പ്രദേശത്തിന്റെ അടയാളത്തെ, അസ്തിത്വത്തെ ഇല്ലാതാക്കിയ ഒരു ദുരന്തം അത് എത്രത്തോളം ഭീതിതമായിരുന്നു, എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇത് നമ്മൾ ഇവിടേക്കുള്ള വഴി, അതായത് മുണ്ടക്കയിലേക്കുള്ള വഴിയുടെ തുടക്കം ഏതാണ്ടും 100-200 മീറ്ററുകൾ മാത്രം പിന്നിട്ടപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇനി അങ്ങോട്ട് ഇതിലും ഭീതിതമാകാം ഒരുപക്ഷെ കാഴ്ചകൾ, ഇതിലും ഭീകരമായ ദുരന്തമായി നമുക്കത് അനുഭവപ്പെടാം. ഏതായാലും സംസ്ഥാനം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. അത് ആ ഉരുൾപൊട്ടി ഒഴുകി വന്ന വഴികൾ, ഈ വഴികളിലൊക്കെ എവിടെയൊക്കെയോ സാധാരണക്കാരായ ജനങ്ങൾ താമസിച്ചിരുന്നു, എവിടെയൊക്കെയോ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, എവിടെയൊക്കെയോ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെയാണ് ഈ ഉരുളിനൊപ്പം ഒലിച്ചുപോയത്. ഒരു ഞൊടിയിട കൊണ്ട് ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോൾ അവരുടെ ഉറക്കത്തിൽ ഒരു ജനത ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ മറ്റു പല രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അത്ഭുതം കൂറിയിരുന്നവരാണ് നമ്മൾ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി കേരളത്തിലും സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ വ്യാപ്തി, അതിന്റെ ആഘാതം ഓരോ തവണയും കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ അങ്ങേയറ്റം ഭീതിതമായ ഒരു ദുരന്തമായി ഇത് മാറുന്നു. അതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കണ്ണ് നിറയാതെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണിത്. ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതത്തോടെ കണ്ടിരുന്ന കാര്യങ്ങളാണ്. എല്ലാ ശക്തിയോടും കൂടി ഒരു ദുരന്തം കേരളത്തിൽ പതിച്ചിരിക്കുന്നു, കേരളത്തെ കരയിപ്പിക്കുന്നു. ആ കാഴ്ചകൾ, അതിന്റെ ഉരുൾപൊട്ടി ഒലിച്ചുപോയ ആ വഴികളാണ് നമ്മൾ കാണുന്നത്. എത്രയോ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും കെടുത്തി പ്രകൃതി അതിന്റെ സംഹാര താണ്ഡവമാടിയ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവർ അത്യന്തം ഭാഗ്യവാന്മാരെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അവർക്ക് അത്രയധികം ഭാഗ്യമുള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിൽ പലർക്കും തങ്ങളുടെ ഉറ്റവരെ, ഉടയവരെ, പ്രിയപ്പെട്ടവരെ ഉരുൾ പൊട്ടി വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പോലും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയാണ് നഷ്ടപ്പെട്ടത്. എന്ത് നൽകിയാലാണ്, എത്ര ചേർത്ത് നിർത്തിയാലാണ് അവരുടെ ആ ഒരു ദുഃഖത്തിന് പരിഹാരമാവുക? അതൊരിക്കലും അത്തരത്തിൽ ആ ദുഃഖപരിഹാരം ഉണ്ടാകില്ല. ഏതായാലും പരമാവധി അവരെ ചേർത്ത് നിർത്തുകയാണ് കേരളം. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ശ്രമത്തിലാണ് മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി. അതാണ് ആ സാഹചര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതിന്റെ പേടിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് തന്നെ പറയേണ്ടി വരുന്നു, ഭീതിതമായ കാഴ്ചകൾ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ആ വലിയ ഉരുളൻ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആ വലിയ മലയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ് എത്ര മനുഷ്യരെയാണ് വേദനിപ്പിച്ചത്, ഒരു നാടിനെ മുഴുവൻ കരയിപ്പിച്ചു. അരുൺ പറഞ്ഞതുപോലെ പ്രകൃതി കലിതുള്ളിയ, പ്രകൃതി അതിന്റെ മുഴുവൻ സംഹാര താണ്ഡവമാടിയ പ്രദേശം എന്ന് തന്നെ പറയാം. ഒരു യുദ്ധഭൂമി കണക്കെ ഒന്നുമില്ലാത്ത കുറെ മൺതിട്ടകൾ മാത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. നേരത്തെ നമ്മൾ ഒരു കാറിന്റെ ദൃശ്യം കണ്ടു. അത് കൃത്യമായി ആദ്യം അതൊരു പ്ലാസ്റ്റിക് കൂടാരങ്ങൾ കെട്ടിവെച്ചതുപോലെ തോന്നിപ്പിച്ചു. പക്ഷേ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അതൊരു കാറായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രമാത്രം ദുരന്തം വിധിച്ചൊരു പ്രദേശം, ഒരു നാടിനെ മുഴുവൻ കരയിപ്പിച്ച പ്രദേശം. സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും നേരം പുലർന്നപ്പോൾ ഈ നാട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ എന്ന സത്യം നമ്മളെ ബോധിപ്പിച്ച ദുരന്തം.